Hey guys, welcome back to episode 2 of season 7. സോ ഇന്ന് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു റിവ്യൂ പറയാം. എപ്പിസോഡ് 2 റിവ്യൂ. സ്റ്റാർട്ടിംഗ് ഫേസ് ആയതുകൊണ്ടായിരിക്കാം എല്ലാം ഒരു സ്ലോ മോഷനിലാണ്. എല്ലാവരും ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാലും ബിഗ് ബോസ് പറഞ്ഞാലും അതിങ്ങനെ കേട്ട് 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 വരാൻ അവർക്കൊരു സമയം അതെടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും, പിന്നെ അങ്ങോട്ടേക്ക് റെഡി ആവുമായിരിക്കും. പിന്നെ ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ഈ 6 എപ്പിസോഡും കണ്ട് പഠിച്ചു വന്ന ഒരാൾക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്യാപ്റ്റൻസി പോയത്. അതായത് നിങ്ങൾ ആര് ക്യാപ്റ്റൻ ആവരുത് എന്ന് പറയണം എന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫോം മോത്തായത് അനീഷിനായിരുന്നു, നമ്മളെ കോമണർ. അയ്യോ, അനീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചൊറിഞ്ഞ് അങ്ങോട്ട് ആൾക്കാർ ഇല്ലാണ്ടാക്കാൻ നടത്തും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ വരും. മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റില് വിനീതിനെ കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരില്ലേ? അത്രക്കൊന്നും ഇല്ലെങ്കിലും എന്നാലും ഇവൻ ഈ നടത്തവും സംസാരവും കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ വരും. അപ്പൊ ഉള്ളിലുള്ളവരെ പറയണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫോം ഇയാൾ ക്യാപ്റ്റൻ ആവരുത് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഫോം മുഖത്ത് കിട്ടിയത് അനീഷിനായിരുന്നു. റീസൺ വന്നത്, ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റണം, അനീഷിന് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നണം. അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതന്നെ, രാവിലെ മുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനീഷാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഫോം പാത്രത്തിലാക്കി മൂത്ത് പൊത്തിയത് അനീഷിന്. എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് ബിഗ് ബോസ് പറയാ, ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ അനീഷിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അനീഷ് അങ്ങോട്ട് ഒരു തട്ട് ഉയരത്തിൽ ഒന്ന് മെയിനായി അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക്. എന്തായാലും 7ന്റെ പണി 8ന്റെ പണിയൊക്കെ മാറി 7ന്റെ പണി തന്നെ നമ്മുടെ നാട്ടില് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ 7ന്റെ പണി കിട്ടി എല്ലാവർക്കും. അനീഷ് തന്നെ ക്യാപ്റ്റൻ ആയിട്ട് വന്നു. അനീഷ് ക്യാപ്റ്റൻ ആയപ്പോ ഷാനവാസിന് തലവേദന, രേണുവിന് തലവേദന. പക്ഷെ രേണു അല്ല, സോറി, രനു. രനു അങ്ങനെ എന്തോ ആണ് അനീഷ് പറയണത്. അപ്പൊ രേണുവിന്റെ തലവേദന മാത്രമേ ക്യാപ്റ്റൻ കാണുന്നുള്ളൂ, ഷാനവാസിന്റെ തലവേദന ക്യാപ്റ്റൻ കാണുന്നില്ല. രേണുവിന്റെ തലവേദന മെഡിക്കൽ എമർജൻസി, ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടർ വരണം, അല്ല സംഭവം നടക്കൂല, മെഡിക്കൽ എമർജൻസി. ഷാനവാസിന്റെ തലവേദന അത് ഞാൻ അറിയുന്നില്ല. അതാണ് അനീഷ്. അനീഷ് എന്തുകൊണ്ടാണ് രേണുവിന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നത്? രനു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രനുവിന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു രനുവിന് പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് അനീഷ് സപ്പോർട്ട് കൊടുക്കുന്നത്? എന്തോ ഒരു കളി അവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ രനുവിന്റെ തലവേദന മാത്രം ഇത്ര മെഡിക്കൽ എമർജൻസി ആക്കണ്ടല്ലോ. രനു അതിലും വലുത്. തലവേദന എന്ന് പറഞ്ഞ അവിടെ തൊള്ളയിട്ട് എന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചത്. തലവേദന ഉള്ള ഒരാള് കിടന്ന് ഒച്ചയിടലാണ്. അനുമോള് പിടിച്ചു വെച്ച് പറയുന്നത്, ചേച്ചിക്ക് തലവേദന ഇല്ലേ, തലവേദന ഉള്ളാൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമെന്ന്. അതാ തലവേദന ഉള്ളാക്കാ ബോധമില്ല. ഇത് കേട്ട് ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊക്കെ തലവേദന എടുത്തു. പിന്നെ തലവേദനയാണെന്നൊന്ന് ഏകദേശം ഓർമ്മിപ്പിച്ചു. തലവേദനയുള്ള ഒരാൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രേണുവിന് കത്തിയത്. ശരിയാണ്, തലവേദനയുള്ള ആൾ ഇങ്ങനെ ഒച്ച ഉണ്ടാകൂല. അപ്പൊ പിന്നെ അവിടെ ഇരുന്നു, എനിക്ക് തലവേദനയാണ്, എനിക്ക് തല പൊളിയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് ഡോക്ടറെ കാണാൻ പറഞ്ഞ് സൈഡായി. അത് കഴിഞ്ഞ് നമ്മള് നോമിനേഷൻ വന്നപ്പോ ഏറ്റവും കൂടുതൽ വോട്ടായിട്ട് നോമിനേറ്റ് ആയത് നമ്മളെ അഡ്വക്കേറ്റ് ശൈത്യാണ് ഏറ്റവും കൂടുതൽ വോട്ടായിട്ട് നോമിനേറ്റ് ആയത്. പിന്നെ രണ്ടാമത് രഞ്ജിത്ത് മുൻഷി, പിന്നെ ഗിസൈലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മളെ മലയാളികളുടെ വേഷമായിട്ട് മാച്ച് ആവണില്ല എന്നുള്ള സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ നെവിൻ, പിന്നുള്ളത് രനു, ആര്യൻ, അനുമോൾ, ശാരിക. ഇവരാണ് ഇപ്പോ നിലവില് സീസൺ 7 ആദ്യ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോ എന്തായാലും നിങ്ങൾക്ക് ആരാണോ അതിനകത്ത് വേണ്ടത്, ആരാണോ നന്നായിട്ട് കളിക്കും തോന്നുന്നത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം. രനുവിനൊക്കെ വോട്ട് ചെയ്യും, എന്നാലല്ലേ മുന്നോട്ട് നമുക്ക് രനുവിനെ അറിയാൻ പറ്റൂ, എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ അനീഷ് ഇല്ല, അതുകൊണ്ട് അനീഷ് ഒരാഴ്ച ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.